നമസ്കാരം. എന്താണ് ഈ ജൂതനും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം? അഥവാ ഒരു സൈഡിൽ ഇസ്രായേലും മറു സൈഡിൽ ഒന്നുകിൽ ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇവർ തമ്മിൽ എപ്പോഴും ഉരസലാണ്, സ്പർദ്ധയാണ്. എന്താ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഇന്ത്യയും ചൈനയും പോലെയുള്ള വല്ല അതിർത്തി തർക്കമാണോ, അതിർത്തി പ്രശ്നമാണോ? അല്ല, 100% അത് മതപരമാണ്. പലർക്കുമുള്ള സംശയമാണ് ഇവരെന്താ ഇങ്ങനെ ആജന്മ ശത്രുക്കളായിട്ട് കഴിയുന്നതെന്ന്. അതിന് കൃത്യമായ കാരണമുണ്ട്. അത് കിതാബിൽ എഴുതി വച്ചിരിക്കുന്ന കാരണമാണ്. എന്താണെന്നല്ലേ? കേട്ടു നോക്ക്. ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യം, ജൂതന്മാരുടെ മുസ്ലിം യുദ്ധം ഉണ്ടാവും. ലാ തഖൂമു സഅഅതു ഹത്താ യുഖാതിൽ മുസ്ലിമൂൻ യഹൂദ്. ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അവസാനം എന്താ സംഭവിച്ചാൽ ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ആകെ നിരാശരാണ്. നമുക്ക് നിരാശരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സമുദായത്തിനും ഒരു ഉണർവിൻ്റെ കാലഘട്ടം ഉണ്ടാവും, അധപ്പതനത്തിൻ്റെ കാലഘട്ടം ഉണ്ടാവും. ശരിയല്ലേ? ഇതിങ്ങനെ വരെങ്ങനെ പോകുള്ളൂ, ഇങ്ങനെ പോകില്ല. ഏത് കൗമിൻ്റെ ചരിത്രം, മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കി. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഉയർന്നു, പിന്നീട് ഇങ്ങനെ താഴ്ന്നു, പിന്നീട് അബ്ബാസിന്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നീടും താഴ്ന്നു, പിന്നെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കാലത്ത് പിന്നെ ഉയർന്നു, പിന്നെ ഇങ്ങനെ താഴ്ന്നു. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിയുടെയും അല്ലെങ്കിൽ ഒരു ഇസ്സത്തിൻ്റെയും കാലഘട്ടം ആണ് നമുക്ക് പറയാം. കാരണം എല്ലായിടത്തും പ്രയാസങ്ങൾ പെടണം. പക്ഷെ ഇത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ ടെൻഷനൊന്നും വേണ്ട. പ്രവാചകൻ പറയാണ്, ജൂതന്മാരാണല്ലോ ഇപ്പോൾ വലിയ ശക്തികളായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രവാചകൻ പറയും, ജൂതന്മാരും മുസ്ലിമീങ്ങളും യുദ്ധം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, ആ ജൂതന്മാർ മുസ്ലിങ്ങളുടെ മുന്നിൽ പേടിച്ച് വിറക്കും. ഹത്താ യഖ്തബിയൽ യഹൂദി മിൻ വറാഇൽ ഹജ്രി വശജർ. അവസാനം ഒരു ജൂതൻ മുസ്ലിമീങ്ങളെ പേടിച്ച് മുഴുവൻ കല്ലിൻ്റെയും മരത്തിൻ്റെയും ബേക്കിൽ പോയി ഒളിക്കുന്ന. അവൻ്റെ ആയുധങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടാവില്ല, അവൻ്റെ ടാങ്കും അവൻ്റെ മിസൈലൊന്നും അവൻ്റെ കയ്യിലുണ്ടാവില്ല. എന്നിട്ട് അപ്പോൾ ആ കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി. ഇതാ എൻ്റെ ബേക്കിലാരുണ്ട്? ഒരു ജൂതനെ കണ്ടിട്ടില്ലല്ലോ, ഇതാ. ആ മരം ആ മുസ്ലിമിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ മരങ്ങൾ പോലും ജൂതന്മാരുള്ള ശത്രുത പരസ്യമാക്കുന്ന കാലഘട്ടം വരാറുണ്ട്. എന്നിട്ട് മുസ്ലിമിനെ കൊല്ലും. ഇല്ലല്ല, ഖർഖദ് മരം മാത്രം അത് വിളിച്ചു പറയുകയില്ല. ഫഇന്നഹു ശജറുൽ യഹൂദ്, അത് ജൂതന്റെ മരമാണ്. നിങ്ങൾ ആലോചിക്കണം, ജൂതന്മാര് റസൂലുള്ളാഹിനെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹു എന്നല്ല പറഞ്ഞു. സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ, ഞാൻ അവസാനിപ്പിക്കുന്നില്ല, സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനെ അറിയുന്നല്ലേ. അതുകൊണ്ട് ജൂതന്മാർ ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൗമി ഹദീസൊക്കെ തള്ളുകയാണ്, പക്ഷെ ജൂതന്മാർ ഒറ്റ ഹദീസും തള്ളൂല. ജൂതന്മാർ ഹദീസ് ഖർഖദ് മരത്തിന്റെ ഹദീസ് ഒരു കണ്ടിട്ട് ഇസ്രായേൽ 947 അന്ന് ഇസ്രായേൽ ഉണ്ടാക്കിയ അന്ന് രാത്രി അവിടെ ആദ്യത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചെന്താ അറിയോ? നമ്മുടെ ഔദ്യോഗിക മരം ഖർഖദ് മരമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ മുഴുവൻ ഈ മരം വെച്ച് പിടിപ്പിച്ചേക്കപ്പോ എന്തിന്? മുസ്ലിമീങ്ങളും ജൂതന്മാരും യുദ്ധം ഉണ്ടായാൽ നമുക്ക് ആകെ രക്ഷപ്പെടാൻ പറ്റുന്നതാണ് ഈ മരത്തിന്റെ ബാക്ക് നിൽക്കുക. അപ്പം ഈ മരം മുടിച്ചു പറയില്ല. പക്ഷെ ആ മരത്തോടൊന്നും കാര്യമില്ല. മുസ്ലിമുകൾ എന്ത് ചെയ്യും? അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ കിതാബിൽ കിടക്കുന്ന കാലത്തോളം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരില്ല. അതിനി ലോകാവസാനം വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. കാരണം അതവിടെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം മാറ്റൊന്നുമില്ല. അതിനുവേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും, എത്ര തവണ തോറ്റാലും. MDയുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയുണ്ട്, താഴ്വാരം എന്ന സിനിമയുടെ പേര്. അത് ഭരതനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് അഭിനേതാക്കൾ മാത്രമേ ഉള്ള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാലാണ് നായകൻ, സുമലതയൊക്കെയുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു പരസ്യവാചകമുണ്ടായിരുന്നു, കൊല്ലാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ചാവാതിരിക്കാൻ ഞാനും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ജൂതനെ കൊല്ലാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ കയ്യാൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ കൊല്ലാൻ റെഡിയാവുന്നതിന് മുമ്പേ അവർ തിരിച്ചു കൊന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് ലോകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ജൂതനും ഇസ്ലാമും തമ്മിലുള്ള പ്രശ്നവും.